നമസ്കാരം. നാളെ 20-ാം തീയതി ചൊവ്വാഴ്ചയാണ് CBI പുനരന്വേഷണ ഹർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ മൊഴി എടുക്കുന്നത്. തിരുവനന്തപുരം CBI യൂണിറ്റാണ് മൊഴി എൻ്റെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നാളെ പോയി എന്തായാലും രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ തീരുമാനം ഉറച്ചിട്ടേ ഞാൻ തിരിച്ചിറങ്ങി പോരുള്ളൂ. അവിടുന്ന് CBI കേസ് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവർക്കുള്ള വേണ്ട അത്യാവശ്യം നമ്മൾ കരുതിയേക്കുന്ന രേഖകളൊക്കെ നമ്മൾ കൈമാറും. ബാക്കി ഡീറ്റെയിലുകളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കും. ഇനി അഥവാ അവർ ഒരു പ്രഹസനം നടത്തുക, ഇപ്പോൾ കോടതി പറഞ്ഞേക്കുന്നതുകൊണ്ട് ചുമ്മാ എൻ്റെ വിളിച്ചൊരു മൊഴി എടുത്തിട്ട് നാളത്തേക്ക് കേസ് ഒഴിവാക്കാം എന്നാണ് അവർ കരുതുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും ഡോക്യുമെൻറ്റുകളും എല്ലാം ഞാൻ പൊതുസമൂഹത്തിന് എൻ്റെ മുമ്പിൽ കൊടുക്കുന്നതായിരിക്കും. അത് പറ്റിയില്ലെങ്കിൽ അടുത്തതായിട്ട് എനിക്ക് നല്ലൊരു തുക ഇപ്പോഴും ഓഫർ നിൽപ്പുണ്ട്. ആ തുക ഞാൻ മേടിക്കും. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കുക, അല്ലെങ്കിൽ തുക മേടിക്കുക. ഇതിൽ ഏതെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടൻ്റെ സമ്മതം മേടിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. 6 വർഷത്തോളമായി നമ്മൾ ഈ കേസുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോയിട്ടില്ല, പോവുമില്ല. പിന്നെ എന്തെല്ലാം അപഖ്യാതികളെ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാക്കണം. എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് വരെ നിങ്ങൾ എഴുതിക്കോ, അതൊന്നും എൻ്റെ ഒരു രോമത്തെ പോലും സ്പർശിക്കില്ല. നിങ്ങൾ എഴുതിക്കോ, അതൊന്നും എന്നെ സംബന്ധിച്ച വിഷയങ്ങളല്ല. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സ്ത്രീനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും ചോദിക്കില്ല. അവർ പറയണമെന്ന് വെച്ചാൽ അന്വേഷിച്ചപ്പോഴാണ് അവർ കുടുംബസമേതം യൂറോപ്പിൽ പോയി എന്ന് അറിയണത്. അവരെങ്ങനെ പോയി? അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 പോയി. +2 പാസ്സാവാതെ അതിൻ്റെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജനറൽ നേഴ്സിംഗിന് ചേർന്നു. അത് പാസ്സാവാണ്ട് അതിനും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങനെ യൂറോപ്പിൽ കുടുംബസമേതം പോയി? ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാകും. അവരാണ് ഇവിടെ ഒരു യൂട്യൂബറെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അവർ വരുമ്പോൾ അവർ പ്രത്യേകം കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇതേമാതിരി ആ വിവരം കെട്ടുവാൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അവരൊന്നും വിചാരിച്ചാൽ എന്നെ ഒരു പോയിന്റ് പോലും എന്നെ തളർത്തിയെടുത്താനോ എന്നെ പിന്നോട്ട് വലിക്കാനോ തയ്യാറാവില്ല. ഇപ്പം പിന്നെ കലാഭവനിൽ ഒരു മിമിക്രിക്കാരനും കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരിപാടി നടത്തേണ്ട ഒരുത്തൻ മിമിക്രി ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനല്ല കേട്ടോ, അവൻ്റെ ചെറിയ പയ്യൻ. അവനും നമ്മൾ മൈൻഡ് ചെയ്യണില്ല. മിമിക്രി തുടങ്ങുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു മിമിക്രിക്കാരനാണ്. എന്നോടൊപ്പം വളരെ വർഷം ഉണ്ടായിരുന്ന തൂങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. അത് ജവാറായി. അവരിപ്പോഴും പാരവെപ്പ് തന്നെയാണ്. അവൻ മാത്രമാണ് കലാഭവനിൽ നിന്ന് വന്നിട്ട് ഫീൽഡിൽ രക്ഷപ്പെടാതെ നടക്കണേ ആവശ്യമായിട്ട് നടക്കുക. അവനിപ്പോഴും ഈ എന്നെ എങ്ങനെ ഒതുക്കാമെന്ന് ഓർത്തുകൊണ്ട് കലാഭവൻ കൈയടിക്കി വെച്ചേക്കുക. കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ എനിക്കുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കുണ്ട്, അത് കലാഭവനുണ്ട്. എന്തുകൊണ്ട് കലാഭവന്റെ 1987 തൊട്ടുള്ള വിദേശ പര്യടനങ്ങൾ അന്വേഷിക്കുന്നില്ല? നിങ്ങൾ പത്രക്കാർ എഴുതുമ്പോൾ എന്നെ മാത്രം എന്തിനാ കുറിച്ചിക്കണം? നിങ്ങൾക്ക് നാണം ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കണേ. കലാഭവനിൽ എന്താ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെ എന്താ നടന്നുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എന്തിനാ അതൊന്നും പറയാത്തെ? 87 തൊട്ടുള്ള കലാഭവന് വിദേശ പര്യടനങ്ങൾ എത്തും. കലാഭവൻ ഇപ്പം ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് എങ്ങനെയാണ് അവർ എത്തിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. അല്ലാണ്ട് സോമി ജോർജിനെ അങ്ങോട്ട് തേജോവധം ചെയ്തിട്ട് അങ്ങ് ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ. 10 ദിവസം ജയിലിൽ പോയി കിടക്കണമെങ്കിൽ ഞാൻ കിടക്കും, തയ്യാറാണ് അതിന്. ആരും കൊന്നിട്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ. സാമ്പത്തിക ഇടപാടല്ല. അത് കൊടുക്കാൻ എനിക്ക് ആസ്തിയുള്ള ആൾ തന്നെയാണ്. അത് കൊടുക്കാണ്ടിരിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് നല്ല നീതിപൂർവമായിട്ടുള്ള കോടതിയാണെങ്കിൽ അതിന് തീരുമാനം ഉണ്ടാക്കി തരുമെന്ന് തന്നെ വിശ്വസിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി എന്തായാലും 20-ാം തീയതിക്ക് ശേഷം നമുക്ക് കാണാം. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ പൈസ മേടിക്കുക. എല്ലാവരും പൈസ മേടിക്കുന്നുണ്ട്. എനിക്കത് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ ആ പൈസയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, അത്യാവശ്യമുള്ള ആളാണ്. ആ ഒരു പണിക്ക് ഞാൻ നിൽക്കില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ 100% സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ബാക്കി 20-ാം തീയതിക്ക് ശേഷം കാണാം. നന്ദി, നമസ്കാരം.